അത് മടിയിൽ വെച്ചോളൂ. അല്ല, അതെന്താമേ ഇത്രയ്ക്ക് വലിയ രഹസ്യമൊക്കെ? അത് നീ അറിയണ്ട. നവീന്റെ ബിസിനസ് കാര്യങ്ങൾ ഞാൻ അറിയണ്ടെന്ന് പറഞ്ഞ അതിലൊരു കാര്യമുണ്ട്. കളരിക്കൽ കുടുംബത്തിന്റെ സ്വത്തിന്റെ കാര്യങ്ങള് ഞാൻ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ അതിലും കാര്യമുണ്ട്. പക്ഷേ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അത് ഞാൻ കൂടി അറിഞ്ഞ എന്താ കുഴപ്പം? അമ്മ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങ, തടസ്സം ഉണ്ടാക്കണ്ട. എന്നാ ഏട്ടൻ പറ, ഏതാ ഈ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഉഗ്രശക്തി? അല്ല, എന്താലോചിച്ചിട്ടാ അമ്മയുടെ മനസ്സിന്റെ നിയന്ത്രണമൊക്കെ നഷ്ടപ്പെടുന്നു പറയുന്നത്? ഞാനും ഈ കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ. ദോഷം വല്ലതും ഉണ്ടെങ്കിൽ എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമല്ലേ? നിന്നെ ദോഷമൊന്നും ബാധിക്കില്ല. അങ്ങോട്ട് മാറി നിൽക്കേ. പോയിട്ട് വരും. ഏട്ടാ, കളരിക്കൽ തറവാട്ടില് ആരും അറിയാത്ത ചില രഹസ്യങ്ങള് ഏട്ടനും അമ്മയും സൂക്ഷിക്കുന്നുണ്ടല്ലേ? ഈ കുടുംബത്തെക്കുറിച്ച് എന്തറിയാൻ നിർമ്മലേ? നിന്നെ സംബന്ധിച്ച് സമ്പന്നമായൊരു തറവാട്, സൗകര്യങ്ങൾക്കൊരു കുറവില്ലാത്തൊരിടം, നിനക്കും നിന്റെ ഭർത്താവിനും മകൾക്കും തന്നിഷ്ടത്തിന് ജീവിക്കാവുന്ന ഒരു മേഖല. അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ. ഏത് കുടുംബത്തിലും അത് നടത്തിക്കൊണ്ടുപോകുന്നവരുടെ ഉള്ളിലൊരു തീയുണ്ട്. വെറും കാഴ്ചക്കാർക്കത് മനസ്സിലാവില്ല. എന്തോ ഒരു രഹസ്യം ഇവർ രണ്ടുപേരും കൂടി സൂക്ഷിക്കുന്നുണ്ട്. എത്ര ചോദിച്ചാലും ഇവര് പറയില്ല. പക്ഷേ നിർമ്മല അത് കണ്ടെത്തും. ഇദ്ദേഹം മാഡത്തെ കാണാനാ വന്നിരിക്കുന്നു. എനിക്ക് മനസ്സിലായില്ല. ഇതേതാ ഞാൻ വിളിപ്പിച്ചതാ. ഗ്രാമത്തിലുള്ള കളരിക്കൽ തറവാടിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ആളാ. ഇനിയെങ്കിലും നീ എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. എന്റെ അച്ഛന് വയ്യാണ്ടാവുന്നതുവരെ കളരിക്ക തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ കഥകൾ ഒരുപാട് പറയാറുണ്ടായിരുന്നു. ഞാനും കാഴ്ചകൾ കുറെ കണ്ടിട്ടുണ്ട്. മോളുടെ അമ്മയുടെ പേടി സത്യ. കളരിക്കൽ തറവാട്ടിൽ വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന പെൺകുട്ടികൾ വാഴില്ല. മമ്മി എന്തിനാ ഇദ്ദേഹത്തെ വിളിപ്പിച്ച് എന്നെ വിശ്വസിപ്പിക്കാനോ? സീ മമ്മി, നവീൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ, നവീൻ ഇത്തരം കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാന്ന്, അത് നവീനെ ബാധിക്കില്ലെന്ന്. ബാധിക്കും. ഇങ്ങനെ പറഞ്ഞവരൊക്കെ ആ തറവാട്ടിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. നിഷേധിച്ച് മുഖം തിരിച്ചു നിന്നവരെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അനുഭവങ്ങൾ വന്നപ്പോ സർപ്പക്കാവിൽ തൊഴുതു നിന്ന് കരയുന്നവരായിട്ടാ പിന്നെ കണ്ടിരിക്കുന്നത്. ഉഗ്രശാപമാണ് മോളെ. അതിൽ നിന്നും ഒരാൾക്ക് പോലും രക്ഷയില്ല. ഒരു പ്രതിവിധി ഏൽക്കില്ല. മരണം നിശ്ചയം. പറഞ്ഞു പേടിപ്പിക്കാൻ എളുപ്പം, അല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. വിശ്വസിച്ചിരുന്നത്
പക്ഷെ ഒരു ദിവസം കാവിൽ വെച്ച് പാമ്പ് കുത്തി. ഇഴഞ്ഞു പോകുന്ന കരുനാഗത്തിനെയും വീണ് കിടന്ന് പിടയ്ക്കുന്നവരെയും അവരുടെ വായിൽ നിന്നൊഴുകിയ നിറയും പതയും പോലും എന്റെ കൺമുന്നിൽ ഇപ്പോഴും ഉണ്ട്. അതിനുശേഷമാണ് സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നത്. ശാപം അടുത്ത തലമുറയെയും വിട്ടില്ല. അമ്മേ, ഞാൻ പോയി ഈ കാശ് എല്ലാവർക്കും കൊടുത്തിട്ട് വരട്ടെ. എല്ലാരും അവിടെ കാത്തിരിക്കായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? സമയത്തിന് കിട്ടിയാല് എത്രയോ പേരുടെ ചങ്കിലെ തീ കെടും. കുറച്ചു മുമ്പ് മത്സരം എന്നെ വിളിച്ചിരുന്നു. സത്യം പറഞ്ഞാല് സുന്ദരി കൊണ്ടുപോയ കാശ് കിട്ടുമെന്ന് അവരെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നീ നേടിക്കൊടുത്തെന്ന് പറഞ്ഞാല് അതൊരു ചെറിയ കാര്യമൊന്നുമല്ലേ? പിന്നെ അല്ലാതെ, അമ്മയുടെ മോള് ഒരു വലിയ സംഭവല്ലേ. ഇതാരുടെ ധൈര്യം അമ്മ എനിക്ക് കിട്ടിയിരിക്കുന്നേ? അമ്മയുടെയാണോ അതോ അച്ഛന്റെയാണോ? പോട്ടെന്നെ, ഞാനങ്ങനെ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചേ ഉള്ളൂ. അതിനി മുഖത്ത് വലിച്ചു കയറ്റിയിരിക്കണ്ട. ഉണ്ണി, നമുക്ക് പോയാലോ? നീ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെന്താ? ഇവിടെ ഒന്ന് പറഞ്ഞൂടെ നിനക്ക്? അമ്മ കേൾക്കാതെ ഒരു മഹാരഹസ്യം പറയാനാ. അപ്പൊ പിന്നെ മുന്നിൽ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇവളുടെ ഒരു കാര്യം. അമ്മേ, ഞങ്ങൾ പോയിട്ട് ഇപ്പൊ തന്നെ വരാട്ടോ.